നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. വിവാദമായ PM ശ്രീ പദ്ധതി തുടരാൻ സർക്കാർ തീരുമാനിച്ചതോടെ തിരിഞ്ഞുകൊത്തി UDF നേതാക്കളുടെ പഴയ നിലപാടും പ്രസംഗങ്ങളും. അധികാരത്തിലെത്തിയാൽ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന നിലപാടിൽ നിന്ന് മന്ത്രി KM ഷാജി മലക്കം മറിഞ്ഞു. PM ശ്രീയിലെ UDF നിലപാട് മാറ്റം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഒരു തവണ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒന്നും മാറ്റാനാകില്ലെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അറബിക്കടലിൽ കൊണ്ടെടുക്കുക, പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സ്വീകരിച്ച കടുത്ത നിലപാട് അധികാരത്തിൽ വന്നപ്പോൾ UDF മയപ്പെടുത്തിയതിന് മന്ത്രി KM ഷാജിയുടെ ഈ പ്രതികരണങ്ങൾ തന്നെ സാക്ഷി. മുമ്പ് പറഞ്ഞത് തെരുവ് പ്രസംഗങ്ങളായി കണക്കാക്കിയാൽ മതിയെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. KM ഷാജിയുടെ മലക്കം മറിച്ചിൽ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ വടിയായി. ഞങ്ങളിപ്പോൾ അറബിക്കടലിൽ ഇങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു അംശം കിട്ടുമെന്ന്. അന്ന് എടുത്ത നിലപാടിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ പദ്ധതി വീണ്ടും തുടരുന്നതിന് വേണ്ടി തയ്യാറാകുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി VD സതീശന് അന്ധമായ RSS ഭക്തിയെന്ന SFI. RSS അജണ്ട നടപ്പിലാക്കാനുള്ള പാലം ദൃഢതയോടെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ മതനിരപേക്ഷ പൊതുസമൂഹം ഇതിനെ പ്രതിരോധിക്കും, വിദ്യാർത്ഥികൾ ഇതിനെ പ്രതിരോധിക്കും. ഒരു തവണ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മാറ്റാനാകില്ല എന്നാണ് മന്ത്രി K മുരളീധരന്റെ പ്രതികരണം. അല്ല, ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒപ്പിട്ടത് ഫൈനലാണ്. അതിൽ ആരും മാറ്റം വരുത്താൻ കഴിയില്ല. PM ശ്രീയിൽ UDF സർക്കാർ അടിയന്തരമായി രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളണമെന്ന് KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജാവാദ് പുത്തൂർ ആവശ്യപ്പെട്ടു. പദ്ധതി നടപ്പാക്കണമെന്നും രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ LDF-ഉം UDF-ഉം തീർക്കട്ടെയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിനെതിരെ മുസ്ലിം സമുദായ സംഘടനകളും എതിർപ്പ് ഉയർത്തിക്കഴിഞ്ഞു. 24 തിരുവനന്തപുരം. 24 ബ്രേക്കിംഗ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനം പണം കൈപ്പറ്റിയെന്ന UDF സർക്കാരിന്റെ വാദത്തിന് തിരിച്ചടി. മാർച്ച് മെയ് മാസങ്ങളിൽ ലഭിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുകയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. പദ്ധതിയിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണിത്. പണം ലഭിച്ചുവെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം എന്തടിസ്ഥാനത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് പണം വാങ്ങിയ മുൻ സർക്കാരിന്റെ രാഷ്ട്രീയ തെറ്റുമൂലം പദ്ധതി തുടരേണ്ട സാഹചര്യമുണ്ടായി എന്നായിരുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. എന്നാൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള പണം സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. മാർച്ചിലും മെയ്യിലും അനുവദിച്ച തുകയുമായി ബന്ധപ്പെട്ട മിനിറ്റ്സിലാണ് ഇതുള്ളത്. 2026 മാർച്ചിൽ കേന്ദ്രം 99.27 കോടി രൂപ സർക്കാരിന് നൽകി. 2026 മെയ് 20-ന് 106 കോടി രൂപ അനുവദിച്ചെങ്കിലും PM ശ്രീയിൽ സംശയം പ്രകടിപ്പിച്ച സർക്കാർ നീക്കം കാരണം ഈ തുക സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. PM ശ്രീ പദ്ധതി ഒപ്പിട്ടാലും ഇല്ലെങ്കിലും കേന്ദ്രം നൽകേണ്ട തുകയാണ് ഇത്. അല്ലല്ല, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമുക്ക് തരേണ്ട മാൻഡേറ്ററി ആയിട്ട് നൽകേണ്ട ഫണ്ടാണ്. ആ ഫണ്ട് നൽകിയില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്നുള്ള നോട്ടീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. കേരളത്തിന് PM ശ്രീ ഫണ്ട് ലഭിച്ചെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്നും എന്തടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. PM ശ്രീ ഒപ്പിടാത്തതിന്റെ ഭാഗമായി SSK ഫണ്ട് തടഞ്ഞുവെക്കുന്ന നിലയുണ്ടായി. ഇത് വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ വരിഞ്ഞു മുറുക്കുന്നതിനിടയാക്കിയ കാര്യമാണ്. LDF സർക്കാർ ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി ഒരു ധാരണാപത്രം ഒപ്പിട്ടത്. പക്ഷേ ആ ധാരണാപത്രം അനുസരിച്ചുള്ള ഒരു നടപടിയും മുന്നോട്ട് പോയില്ല. ഒരു മാസത്തിനകം തന്നെ ആ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. PM ശ്രീ പദ്ധതിയിലെ വിവാദ വ്യവസ്ഥകളിൽ വ്യക്തത തേടാനാണ് സർക്കാർ നീക്കം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിനുടൻ കത്തയക്കും. NEP നിർബന്ധമെന്ന വിവാദ വ്യവസ്ഥയിലും സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റത്തിലും ഇളവ് ആവശ്യപ്പെടും. അതേസമയം പദ്ധതി അവസാനിക്കാൻ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ നയം മാറ്റിയതിനെ BJP ഡീൽ ഉയർത്തി നേരിടാനാണ് LDF തീരുമാനം. 24 തിരുവനന്തപുരം.
ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ മാറ്റിയ നടപടിയിൽ സർക്കാരിന് തിരിച്ചടി. ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. ഡോക്ടർ KJ റീന നൽകിയ ഹർജിയിലാണ് ട്രൈബ്യൂണലിന്റെ നടപടി. സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥർ സ്ഥാനത്തുണ്ടാകില്ലെന്ന് ആവർത്തിക്കുകയാണ് അപ്പോഴും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി സമയത്ത് DHS 15 ദിവസത്തെ അവധി ആവശ്യപ്പെട്ടെന്നും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ വിട്ടുനൽകിയില്ല എന്നും പറഞ്ഞാണ് ഡോക്ടർ KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തുനിന്ന് നീക്കിയത്. പിന്നാലെയാണ് ഡോക്ടർ KJ റീന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. നിയമവ്യവസ്ഥയ്ക്ക് നന്ദിയെന്നായിരുന്നു റീനയുടെ പ്രതികരണം. സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥർ സ്ഥാനത്തുണ്ടാകില്ല എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ കെ മുരളീധരൻ ഈ കസാലിൽ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഉണ്ടാവില്ല. ഒരു തിരിച്ചടിയിൽ അതിന് മേലെ കോടതിയുണ്ട്. ഞാൻ ഒരു തീരുമാനം, ചില കാര്യങ്ങൾ ക്വിക്കായിട്ടുള്ള തീരുമാനം എടുക്കണം. ഞാൻ ആ ശൈലിക്കാരനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധിയോടെ വിഷയം ഒതുങ്ങില്ല എന്നാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. അന്തിമ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കാനാകുമെന്ന് 29 മുൻപ് അറിയിക്കണമെന്ന് SITക്ക് കോടതി നിർദ്ദേശം നൽകി. അന്വേഷണം അനിശ്ചിതമായി നീണ്ടുപോകരുതെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം ആരംഭിച്ചിട്ട് 7 മാസം പിന്നിട്ടു. ഇനിയും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനായില്ല. വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് SIT രൂപീകരിച്ച ദേവസ്വം ബെഞ്ചിന്റെ നിർണായക നിർദ്ദേശം ഇടക്കാല ഉത്തരവിലൂടെ പുറത്തുവന്നത്. കുറ്റപത്രം എന്ന് സമർപ്പിക്കാനാകുമെന്ന് SIT അറിയിക്കണം. സമഗ്രമായ റിപ്പോർട്ട് ഈ മാസം 29 നൽകാനാണ് നിർദ്ദേശം. 2025 ദ്വാരപാലക പാളിക്കടത്തിൽ ഉൾപ്പെട്ട പ്രതികളുടെ പങ്കാളിത്തമടക്കം വ്യക്തമാക്കുന്നതാകണം സമഗ്ര റിപ്പോർട്ടെന്നും ദേവസ്വം ബെഞ്ച് പറഞ്ഞു. സ്വർണ്ണക്കവർച്ചയിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കുകയാണെന്ന് SIT അറിയിച്ചു. ഒരുപാട് രേഖകൾ പരിശോധിക്കാനുണ്ട്. അന്വേഷണത്തിന്റെ വ്യാപ്തിയും കോടതിക്കറിയാം. എന്നാൽ അന്വേഷണം അനിശ്ചിതമായി നീണ്ടുപോകരുതെന്നും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന മർദ്ദനക്കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിന്റെ മുൻ ഓഫീസിൽ പരിശോധനയുമായി അന്വേഷണ സംഘം. കേസ് ഫയൽ തിരുത്താനായി അന്വേഷണ ഉദ്യോഗസ്ഥരെ ADGPയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയോ എന്ന് സ്ഥിരീകരിക്കാനാണ് പരിശോധന. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിനൊപ്പം സന്ദർശക രജിസ്റ്ററും കസ്റ്റഡിയിലെടുത്തു. അതിനിടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുള്ള SIT അപ്പീലിൽ 5 പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലാണ് ഇന്നലെയും ഇന്നുമായി DYSP ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലെ സംഘം പരിശോധന നടത്തിയത്. പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരെ തെളിവില്ലെന്ന തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയത് അജിത് കുമാർ പറഞ്ഞിട്ടാണെന്നും ADGPയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് തിരുത്തിച്ചതെന്നുമാണ് പഴയ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴി. 2024 ഓഗസ്റ്റ് 13, 14, 15 തീയതികളിലാണ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും വിശദീകരിച്ചിരുന്നു. ഈ ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർ അജിത് കുമാറിന്റെ ഓഫീസിലെത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കുകയായിരുന്നു SITയുടെ ലക്ഷ്യം. ഇതിനായി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. സന്ദർശക രജിസ്റ്ററും കസ്റ്റഡിയിലെടുത്തു. പോലീസ് ക്ലബ്ബിൽ നിന്നും വിവരം തേടിയിട്ടുണ്ട്. പരിശോധനയിലെ കണ്ടെത്തലുടെ അടിസ്ഥാനത്തിൽ ഉടൻ DGPക്ക് റിപ്പോർട്ട് നൽകും. അതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന SITയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചു. ഈ മാസം 27-നകം സുരക്ഷാ ഉദ്യോഗസ്ഥർ മറുപടി നൽകണം. 5 പോലീസുകാർക്കും ആലപ്പുഴ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 24, തിരുവനന്തപുരം. പകർച്ചവ്യാധിയിൽ വിറച്ച് സംസ്ഥാനം. തൃശൂർ അരിമ്പൂരിൽ ദമ്പതികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ ബാധിച്ച 43-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ യുവതി നിരീക്ഷണത്തിലാണ്. പ്രതിരോധ നടപടികളിൽ സർക്കാരിന് ജാഗ്രത കുറവുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം ഒരാഴ്ചയായി 12,000-ന് മുകളിൽ. ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികളും വ്യാപിക്കുന്നു. തൃശൂർ അരിമ്പൂർ സ്വദേശികളായ ദമ്പതികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ള ഇവരുടെ ആരോഗ്യം തൃപ്തികരം. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലുള്ള ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിലെ 74 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കണ്ണൂർ ഇരിട്ടിയിൽ 6 വയസ്സുള്ള കുട്ടിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്ന യുവതിയുടെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ട് ലഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കിട്ടും.
പകർച്ചവ്യാധി വ്യാപനം രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം കൂടുന്നു, മരണവും കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗപ്രതിരോധ നടപടികളിലെ ഏകോപനം ഇല്ലായ്മയുണ്ട്, അതിൽ ജാഗ്രത കുറവുണ്ട് എന്നതാണ്. ആരോഗ്യവകുപ്പ് സമ്പൂർണ്ണ പരാജയമെന്ന് BJP. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപിക്കാനിടയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. അടിയന്തര ഇടപെടൽ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പത്തനംതിട്ട ഗവി മീനാറിൽ യുവതിയെ കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. ചിറ്റാർ സ്വദേശി വിനോദ് കുമാറിനെ മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് പിടികൂടിയത്. ബലാത്സംഗക്കൊല എന്നാണ് സംശയം. നേരത്തെ മറ്റൊരു കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് പ്രതി വിനോദ് കുമാർ. അർദ്ധനഗ്നയായ നിലയിൽ മൂഴിയാറിനും ഗവിക്കുമിടയിൽ മീനാറിലെ വനത്തിനുള്ളിലായിരുന്നു യുവതിയുടെ മൃതദേഹം. അംഗനവാടി ജീവനക്കാരിയായിരുന്നു യുവതി ഫോണിൽ ബന്ധുവിനോട് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടെയായിരുന്നു വിനോദ് കുമാറിന്റെ ആക്രമണം. യുവതിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടെ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വന്യമൃഗാക്രമണമാണെന്ന് ആദ്യം സംശയമുണ്ടായെങ്കിലും പിടിവലിയുടെ ലക്ഷണങ്ങൾ കണ്ടതോടെ നാട്ടുകാർ പ്രദേശത്ത് വ്യാപകമായി തിരച്ചിൽ നടത്തി. ഇതിനിടെ ഒരാൾ മീനാറിന് സമീപത്തുനിന്ന് കുട്ടിയുമായി KSRTC ബസ്സിൽ വണ്ടിപ്പെരിയാറിലേക്ക് പോയതായി വിവരം ലഭിച്ചു. ഉടൻ വനം വകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. വണ്ടിപ്പെരിയാറിന് സമീപം വള്ളക്കടവിൽ വെച്ച് KSRTC ബസ്സിലിരുന്ന വിനോദ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ യുവതിയെ കൊലപ്പെടുത്തിയതായി വിനോദ് കുമാർ സമ്മതിച്ചു. എന്നാൽ ബലാത്സംഗം നടത്തിയതായി സമ്മതിച്ചിട്ടില്ല. അയാൾ നമ്മൾ ചോദ്യം ചെയ്ത് അയാൾ കുറ്റം ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ സോഫാർ പ്രതിയുടെ ചോദിച്ചപ്പോൾ ഇദ്ദേഹമാണ് കുറ്റം ചെയ്തതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ അന്വേഷണ അവസ്ഥയിലാണ്. സീക്വൻസ് ഓഫ് ട്രാൻസാക്ഷൻസ് എല്ലാം പ്രതി മുൻപ് എന്ത് ചെയ്ത്, കുറ്റകൃത്യത്തിന് മുൻപ് എന്തായിരുന്നത്, അതിനുശേഷം എന്തായിരുന്നത്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. യുവതിയുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നുവെന്ന് വിനോദ് കുമാർ പോലീസിനോട് പറഞ്ഞു. ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. യുവതി അംഗനവാടിയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയവും സ്ഥലവും നിരീക്ഷിച്ച ശേഷമാണ് ആക്രമണമെന്നാണ് പോലീസ് നിഗമനം. നേരത്തെ ഒരു കുട്ടിയെ കല്ലുകൊണ്ട് അടിച്ചുകൊന്ന കേസിൽ വിനോദ് കുമാർ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പ്രതിയെ പത്തനംതിട്ടയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. 24 പത്തനംതിട്ട. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് അനുമതി നൽകില്ലെന്ന് തമിഴ്നാട് സർക്കാർ നയപ്രഖ്യാപനത്തിലാണ് നിലപാട് ആവർത്തിച്ചത്. ഡാമിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുമെന്നും തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി. സഭയിൽ 2 തവണ ദേശീയഗാനം പാടിയതിനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അഭിനന്ദിച്ചു. തമിഴ്നാട് നിയമസഭയുടെ കീഴ്വഴക്കം കേന്ദ്രത്തിനു വേണ്ടി TVK മാറ്റിയെഴുതിയെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരള സർക്കാർ ശ്രമങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് തമിഴ്നാട്. 2014 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഡാമിലെ ജലനിരപ്പ് ഉയർത്തും. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 152 അടിയാക്കി ജലനിരപ്പ് ഉയർത്താനാണ് ശ്രമമെന്നും നയപ്രഖ്യാപനം വ്യക്തമാക്കുന്നു. The Mullai Periyar Dam is the lifeline of people of southern districts. In 2014, the Supreme Court ordered that the water level of the Mullai Periyar Dam may be raised to 142 feet and also advised that its water level may be raised further to 152 feet. കേന്ദ്രത്തിനെതിരായ നയപ്രഖ്യാപനത്തിൽ വിമർശനവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വായിച്ചു. ത്രിഭാഷാ നയവുമായി കേന്ദ്രവിഹിതത്തെ ബന്ധിപ്പിക്കുന്നത് അംഗീകരിക്കില്ല. ദ്വിഭാഷാ നയം തുടരും. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർക്കും. മദ്രാസ് ഹൈക്കോടതിയിലും മധുര ബെഞ്ചിലും തമിഴിൽ വാദം നടത്താൻ അംഗീകരിക്കണമെന്നും നയപ്രഖ്യാപനത്തിലുണ്ട്. വന്ദേമാതര വിവാദം അവസാനിപ്പിക്കാൻ തമിഴ് തായ് വാഴ്ത്ത് പാടിയാണ് സഭ ആരംഭിച്ചത്. തുടർന്ന് ദേശീയഗാനവും പാടി. സർക്കാരിന്റെ നിലപാട് മാറ്റത്തെ അഭിനന്ദിച്ച് ലോക്ഭവൻ രംഗത്തെത്തി. 2 തവണ ദേശീയഗാനം ആലപിച്ചത് ചരിത്ര സംഭവം. ജനാധിപത്യത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതാണ് TVKയുടെ നിലപാടെന്നും ഗവർണർ എക്സിൽ കുറിച്ചു. നിലപാട് മാറ്റത്തിൽ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. സഭയിൽ ആദ്യം തമിഴ് തായ് വാഴ്ത്തും സഭ പിരിയുമ്പോൾ ദേശീയഗാനം പാടുന്നതുമാണ് പതിവ്. ഇന്ന് 2 തവണ ദേശീയഗാനം പാടിയെന്നും ഇത് കേന്ദ്രത്തെ പ്രീതിപ്പെടുത്താനാണെന്നും ഉദയനിധി സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. 24 ചെന്നൈ. വെൽക്കം ബാക്ക്. ന്യൂസ് ബ്രേക്സ് തുടരുന്നു. സർവകലാശാലകളിൽ ഗവർണർ പിടിമുറുക്കുന്നു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനാണ് നീക്കം. ഇതിനിടെ MG സർവകലാശാലയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് പട്ടിക അംഗീകരിക്കാതിരുന്ന സിൻഡിക്കേറ്റ് നിലപാട് തള്ളി ഗവർണറുടെ പുനഃസംഘടന അംഗീകരിച്ച് വൈസ് ചാൻസലർ ഉത്തരവിറക്കി. MG സർവകലാശാലയിലെ VC നിയമനത്തിലും സെനറ്റ് പുനഃസംഘടനയിലും സംഘപരിവാർവൽക്കരണം നടന്നുവെന്ന ആക്ഷേപം ശക്തമായതിനു പിന്നാലെയാണ് പുതിയ പരാതി.
ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടിപ്പിച്ച ചാൻസലറായ ഗവർണറുടെ നീക്കത്തെ സിൻഡിക്കേറ്റ് എതിർത്തിരുന്നു. 2 തവണ പുനഃസംഘടന ലിസ്റ്റ് തള്ളിയതോടെ ഇത് അംഗീകരിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഉത്തരവിറക്കി. സിൻഡിക്കേറ്റ് നിലപാട് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VC പുതിയ ഉത്തരവിറക്കിയത്. സർവകലാശാലയിലെ PG UG വിഭാഗങ്ങളിൽ 54 പഠന ബോർഡുകളാണ് ഗവർണർ പുനഃസംഘടിപ്പിച്ചത്. സംഘപരിവാർ അനുകൂലികളായവരെയും യോഗ്യതയില്ലാത്തവരെയും നിയമിച്ചു എന്നാണ് ഇടത് സംഘടനകളുടെ ആക്ഷേപം. കേരള കാർഷിക സർവകലാശാലയിലും സമാനമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനാണ് നീക്കം. വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഡീൻ ഡോക്ടർ സജിത റാണിയെ VC ആയി നിയമിക്കാനാണ് ശ്രമം. സർവകലാശാലയുടെ ജനറൽ കൌൺസിലിൽ 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിലും ഇടത് സംഘടനകൾ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം, കോട്ടയം. PM ശ്രീ പദ്ധതി തുടരാനുള്ള തീരുമാനമുണ്ടാക്കിയ വിവാദങ്ങൾക്കിടെ VD സതീശൻ സർക്കാർ ഭരണത്തിൽ ഇന്ന് 1 മാസം പൂർത്തിയാക്കുകയാണ്. മുൻ സർക്കാരിന്റെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ തിരുത്തിയും തെരഞ്ഞെടുപ്പ് കാല വാഗ്ദാനങ്ങൾ പാലിച്ചുമാണ് സർക്കാർ 1 മാസം തികയ്ക്കുന്നത്. എന്നാൽ സംഘപരിവാറിന് കീഴടങ്ങുന്ന ഭരണമാണ് UDFന്റെ 1 മാസം എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. LDF സർക്കാരിന്റെ കാലത്ത് വിമർശിക്കപ്പെട്ട നയങ്ങളും നടപടികളും തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ അധികാരത്തിൽ 1 മാസം തികയ്ക്കുന്നത്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയാണ് ഏറ്റവും പ്രധാന പദ്ധതി. ജനങ്ങളുടെ എതിർപ്പിന് പാത്രമായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയും ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചും കരിങ്കൊടി കാണിച്ച KSUക്കാരുടെ തലക്കടിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തും ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിട്ടുകൊണ്ടുമാണ് VD സതീശൻ ഭരണമാറ്റത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് ധവളപത്രമിറക്കി. അംഗൻവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി ജീവനക്കാർക്കും കൂടി വേതനം വർദ്ധിപ്പിച്ചു. വയറ്റിൽ കത്രികയുമായി അലഞ്ഞ ഹർഷീനയ്ക്ക് ജോലി, ചികിത്സാ വീഴ്ചയിൽ മരിച്ച കരുനാഗപ്പള്ളി സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് സഹായം തുടങ്ങിയ നടപടികളും ശ്രദ്ധേയമായി. എന്നാൽ മന്ത്രി സണ്ണി ജോസഫിന്റെ സ്റ്റാഫിലെ ബന്ധുനിയമനം, പ്ലീഡർ നിയമനം എന്നിവ വിവാദമായി. ഇപ്പോൾ PM ശ്രീയിലെ തീരുമാനവും സർക്കാരിനെ വിവാദത്തിലാക്കിയിട്ടുണ്ട്. UDF സർക്കാരിന് സംഘപരിവാർ വിധേയത്വമാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. സത്യപ്രതിജ്ഞ മുതൽ സംഘപരിവാറിന് വഴങ്ങിക്കൊടുത്തുവെന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. RSS പരിപാടിയിൽ 3 VCമാർ പങ്കെടുത്തതിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. PM ശ്രീ വിഷയത്തിലും UDF സർക്കാർ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതായി പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണം, സംസ്ഥാനത്തെ പകർച്ചവ്യാധി, KSRTC സൗജന്യ യാത്ര, സ്ത്രീകളുടെ ക്ഷേമ പദ്ധതികൾ, വാഹന മോഡിഫിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിലും വിമർശനമുണ്ട്. 24 തിരുവനന്തപുരം. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നികുതി ചോർച്ച തടയുന്നതിനുള്ള നടപടികളായിരിക്കും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിന്റെ മുഖ്യ സവിശേഷത. GST വകുപ്പിനെ ഉടച്ചുവാർത്ത് നികുതി പിരിവ് ഊർജിതമാക്കാനും ബജറ്റിൽ നടപടികളുണ്ടാകും. പുതിയ പദ്ധതികളിലൂടെ വരുമാനം കൂട്ടാനുള്ള ഇടപെടലുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തയിലേക്ക്. ഝാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയുണ്ടായി എന്നാണ് വാർത്ത. അവിടെ BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിമൾ നാഥ്വാനി വിജയിച്ചു എന്നാണ് ബൽറാം അളങ്ങാടി നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. കോൺഗ്രസിന്റെ പ്രണവ് ഝാ പരാജയപ്പെട്ടു. JMMന്റെ വൈദ്യനാഥ് റാം വിജയിച്ചു. പരിമൾ നാഥ്വാനിക്ക് ലഭിച്ചത് 28 വോട്ടാണ്. വൈദ്യനാഥ് റാമിന് 30 വോട്ടും പ്രണവ് ഝായ്ക്ക് 20 വോട്ടും ലഭിച്ചു എന്ന അപ്ഡേറ്റാണ് ഇപ്പോൾ ബൽറാം അളങ്ങാടി ഡൽഹിയിൽ നിന്ന് നൽകുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. 24 എക്സ്ക്ലൂസീവ്. വിഴിഞ്ഞം തുറമുഖത്തെ മറയാക്കി 300 കോടിയുടെ തട്ടിപ്പിന് നീക്കം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ തയ്യാറാക്കിയ രേഖയാണിത്. ഒഫീഷ്യൽ സബ്മിഷൻ നോട്ടീസ് എന്ന പേരിൽ തയ്യാറാക്കിയ രേഖയെക്കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനോ സർക്കാരിനോ അറിയില്ല. 300 കോടി ടെൻഡർ കൺഫർമേഷൻ എന്നും പറയുന്നു. വിഴിഞ്ഞം MD ആയിരുന്ന ദിവ്യ SIയുടെ വ്യാജ ഒപ്പ്. ക്രൗൺ ഫ്ലോ മഖ്ദൂം ഗ്രൂപ്പ് എന്നാണ് കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. വ്യാജരേഖ ചമച്ചുള്ള തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ വിഴിഞ്ഞം CEO തന്നെ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. വിഴിഞ്ഞം തുറമുഖം മറയാക്കി വ്യാജരേഖ ചമച്ച് കോടികൾ തട്ടാൻ ശ്രമിച്ചുവെന്നാണ് FIR. സൽമാനുൽ ഫാരിസ് വ്യാജരേഖ കാണിച്ച് പലരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുന്നു. ഇനി പൊതുജനം കഴുതല സാർന്ന പരിപാടിയുമായി B ദിലീപ് കുമാർ ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.